എല്ലാവർക്കും ടെക് വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് വരുന്ന ട്രേസർ ആൻഡ് സോയിൽ സർവേ എക്സാമിനേഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ഗിയർ ദ പിച്ച് ഡയമീറ്റർ ഈസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടീത്ത് ഈസ് കോൾഡ്. ഓപ്ഷൻ എ മൊഡ്യൂൾ, ഓപ്ഷൻ ബി റൂട്ട് ഡയ, ഓപ്ഷൻ സി അഡൻറ്റം, ഓപ്ഷൻ ഡി ഡിഡൻറ്റം. In a gear, the pitch diameter is divided by number of teeth is called. Option A ആണ് ആൻസർ. മൊഡ്യൂൾ എന്നാണ് പറയുന്നത്. പിച്ച് ഡയമീറ്റർ is divided by number of teeth is called മൊഡ്യൂൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ക്ലിയറൻസ് ബിറ്റ്വീൻ മേറ്റിംഗ് പാർട്ട് is measured by. ക്ലിയറൻസ് ബിറ്റ്വീൻ മേറ്റിംഗ് പാർട്ട് is measured by. ഓപ്ഷൻ എ ഡയൽ ഗേജ്, ഓപ്ഷൻ ബി ഗോ ഗേജ്, ഓപ്ഷൻ സി ഫീലർ ഗേജ്, ഓപ്ഷൻ ഡി കാലിപ്പർ ഗേജ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. ഫീലർ ഗേജ് വെച്ചിട്ടാണ് ക്ലിയറൻസ് ബിറ്റ്വീൻ മേറ്റിംഗ് പാർട്ട് മെഷർ ചെയ്യുന്നത്. ഫീലർ ഗേജ് ആണ് ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എ ഡയമെൻഷൻ ഈസ് സ്റ്റേറ്റഡ് ആസ് 25 ± 0.02 mm ഇൻ എ ഡ്രോയിങ്. വാട്ട് ഈസ് ദ ടോളറൻസ്? ഒരു ഡയമെൻഷൻ തന്നിട്ടുണ്ട് 25 ± 0.02. അതിൻ്റെ ടോളറൻസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 25 mm, ഓപ്ഷൻ ബി +0.02 mm, ഓപ്ഷൻ സി -0.02 mm, ഓപ്ഷൻ ഡി 0.04 mm. ഇതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 0.04 mm ആണ് അതിൻ്റെ ടോളറൻസ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്യുവറസ്റ്റ് ഫോം ഓഫ് അയൺ? അയണിൻ്റെ പ്യുവറസ്റ്റ് ഫോം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കാസ്റ്റ് അയൺ, ഓപ്ഷൻ ബി റോട്ട് അയൺ, ഓപ്ഷൻ സി പിഗ് അയൺ, ഓപ്ഷൻ ഡി സ്റ്റീൽസ്. നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. റോട്ട് അയൺ ആണ് പ്യുവറസ്റ്റ് ഫോം ഓഫ് ദി അയൺ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെറ്റൽസ് ഈസ് ഡ്രിൽഡ് വിത്തൗട്ട് കൂളൻ്റ് ഓർ കട്ടിംഗ് ഫ്ലൂയിഡ്? Which one of the following metals is drilled without coolant or cutting fluid? Option A copper, option B tin, option C low carbon steel, option D grey cast iron. അഞ്ചാമത്തതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഗ്രേ കാസ്റ്റ് അയൺ ആണ് അതിൻ്റെ ആൻസർ. ആറാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ നോൺ ഫെറസ് അലോയ്? നോൺ ഫെറസ് അലോയ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ബ്രാസ്, ഓപ്ഷൻ ബി അലുമിനിയം, സി കോപ്പർ, ഓപ്ഷൻ ഡി ലെഡ്. ആറാമത്തതിൻ്റെ ആൻസർ നോൺ ഫെറസ് അലോയ് എന്ന് പറയുന്നത് ബ്രാസ് ആണ് ഒരു നോൺ ഫെറസ് അലോയ് എന്ന് പറയുന്നത്. ഓക്കെ, സെവൻത്ത് ക്വസ്റ്റ്യൻ, 1 micron ഈസ് ഈക്വൽ ടു ഡാഷ് mm. ഓപ്ഷൻ എ 0.01 mm, ഓപ്ഷൻ ബി 0.001 mm, ഓപ്ഷൻ സി 0.02 mm, ഓപ്ഷൻ ഡി 0.002 mm. സെവൻത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. 0.001 mm. 1 micron ഈസ് ഈക്വൽ ടു 0.001 mm ആണ്. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ് ഈസ് സ്യൂട്ടബിൾ ടു റിലീവ് ഇൻറ്റേർണൽ സ്ട്രെസ്സസ്? വിച്ച് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ് ഈസ് സ്യൂട്ടബിൾ ടു റിലീവ് ഇൻറ്റേർണൽ സ്ട്രെസ്സസ്? ഓപ്ഷൻ എ ടെമ്പറിങ്, ഓപ്ഷൻ ബി ഹാർഡനിങ്, ഓപ്ഷൻ സി അനീലിംഗ്, ഓപ്ഷൻ ഡി നോർമലൈസിങ്. എട്ടാമത്തതിൻ്റെ ആൻസർ സി ആണ്. അനീലിംഗ് ആണ് ഇൻറ്റേർണൽ സ്ട്രെസ് റിലീവ് ചെയ്യാനുള്ള ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ് എന്ന് പറയുന്നത്. അനീലിംഗ്, ഓപ്ഷൻ സി. Ninth question, what does the designation M16x2 indicate? Option A isometric fine thread, option B isometric coarse thread, option C biaisommetric fine thread, option D biaisommetric coarse thread. Ninth question ആൻസർ എ ആണ്. isometric fine thread ആണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 10th question, a high percentage of carbon content in steel tends to make it. ഓപ്ഷൻ എ സോഫ്റ്റ് ആൻഡ് മാലിയബിൾ, ഓപ്ഷൻ ബി ഹാർഡ് ആൻഡ് ഡക്ടൈൽ, ഓപ്ഷൻ സി സോഫ്റ്റ് ആൻഡ് ടഫ്, ഓപ്ഷൻ ഡി ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ. 10th ക്വസ്റ്റ്യൻ ആൻസർ ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ എന്നാണ്. ഹൈ പെർസെൻറ്റേജ് ഓഫ് കാർബൺ കണ്ടൻറ്റ് ഇൻ സ്റ്റീൽ മേക്സ് ഇറ്റ് ടു ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ. ഓക്കെ, 11th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഔട്ടർ ഡയമീറ്റർ ഓഫ് വാഷർ വെൻ എ നോമിനൽ ഡയമീറ്റർ ഓഫ് ബോൾട്ട് ഈസ് 5 mm? നോമിനൽ ഡയമീറ്റർ 5 mm ആണെങ്കിൽ ഔട്ടർ ഡയമീറ്റർ ഓഫ് വാഷർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 15, ഓപ്ഷൻ ബി 13, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 12. 11th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. 13 mm ആണ് ഔട്ടർ ഡയമീറ്റർ ഓഫ് വാഷർ എന്ന് പറയുന്നത്. 12th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ നട്ട് വിച്ച് ഈസ് എ ഹെക്സഗണൽ നട്ട് വിത്ത് വാഷർ? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ നട്ട് വിച്ച് ഈസ് എ ഹെക്സഗണൽ നട്ട് വിത്ത് വാഷർ? ഓപ്ഷൻ എ ഫ്ലാഞ്ചഡ് നട്ട്, ഓപ്ഷൻ ബി ഡോം നട്ട്, ഓപ്ഷൻ സി വിങ് നട്ട്, ഓപ്ഷൻ ഡി ക്യാപ് നട്ട്. 12th ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. ഫ്ലാഞ്ചഡ് നട്ട് എന്നാണ് ആൻസർ. 13th one, what type of failure will occur when rivets are smaller than necessary? What type of failure will occur when rivets are smaller than necessary? Tearing of plate between the hole, option B tearing of plate between the edge, option C shearing of rivet, option D crushing of plate. 13th question answer C ആണ്. shearing of rivet ആണ് അതിൻ്റെ ആൻസർ. 14th question, a high speed steel has to be forged. Which color indicate the most suitable forging temperature? A high speed steel has to be forged. Which color indicates the
the most suitable foraging temperature? Option A yellow, option B light blue, option C dark cherry red, option D white. 14th question ആൻസർ എ ആണ്, യെല്ലോ ആണ് കളർ. 15th question, which one of the following threads is used on mechanical jack? Which one of the following threads is used on mechanical jack? Option A SM, option B BSF, option C buttress, option D square. 15th question ആൻസർ ഡി ആണ്, സ്ക്വയർ ത്രെഡ് ആണ് മെക്കാനിക്കൽ ജാക്കിൽ ഉപയോഗിക്കുന്നത്. 16th question, the pitch diameter of the external screw thread is checked by. The pitch diameter of the external screw thread is checked by screw pitch gauge, screw thread micrometer, thread ring gauge, D vernier caliper. 16th question ആൻസർ ബി ആണ്, സ്ക്രൂ ത്രെഡ് മൈക്രോമീറ്റർ വെച്ചിട്ടാണ് പിച്ച് ഡയമീറ്റർ ഓഫ് ദ എക്സ്റ്റേണൽ ത്രെഡ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ. 17th question, the interpol start thread if the pitch is 4 mm, the lead is. Option A 8 mm, option B 12 mm, option C 16 mm, option D 4 mm. 17th question ആൻസർ ബി ആണ്, 12 mm ആണ് ലീഡ് എന്ന് പറയുന്നത്. 18th question, cast iron cannot be forged because it has the property of. Cast iron cannot be forged because it has the property of. Option A stiffness, option B softness, option C brittleness, option D toughness. 18th question ആൻസർ സി ആണ്, ബ്രിട്ടിൽനെസ്. ബ്രിട്ടിൽനെസ് കാരണമാണ് കാസ്റ്റ് അയൺ ഫോർജ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ. 19th question, സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ്. ഓപ്ഷൻ എ ലീഡ് ആൻഡ് പിച്ച് ആർ ഈക്വൽ, ഓപ്ഷൻ ബി ലീഡ് ഈസ് ഡബിൾ ദി പിച്ച്, ഓപ്ഷൻ സി പിച്ച് ഈസ് ഡബിൾ ദി ലീഡ്, ഓപ്ഷൻ ഡി ലീഡ് ഈസ് ഹാഫ് ദ പിച്ച്. 19th ആൻസർ ഓപ്ഷൻ എ ആണ്, ലീഡ് ആൻഡ് പിച്ച് ആർ ഈക്വൽ ആയിരിക്കും സിംഗിൾ സ്റ്റാർട്ട് ത്രെഡിൽ. 20th question, the most important quality of any lubricant. ഒരു lubricant ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സ്പെസിഫിക് ഗ്രാവിറ്റി, ഓപ്ഷൻ ബി വിസ്കോസിറ്റി, ഓപ്ഷൻ സി സ്പെസിഫിക് ഹീറ്റ്, ഓപ്ഷൻ ഡി എമൽസിഫിക്കേഷൻ. ഓപ്ഷൻ ഡി വിസ്കോസിറ്റി ആണ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഓഫ് ദി lubricant എന്ന് പറയുന്നത്. 21th question, the position in which it is easiest to weld is. ഫ്ലാറ്റ്, ഓവർഹെഡ്, വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ. 21th question ആൻസർ ഫ്ലാറ്റ് എന്നാണ് ആൻസർ. ഓപ്ഷൻ എ ആണ്, പൊസിഷൻ ഇൻ വിച്ച് ഇറ്റ് ഈസ് ഈസിയസ്റ്റ് ടു വെൽഡ് ഈസ് ഫ്ലാറ്റ്. 22nd question, the unit of power. പവറിൻ്റെ യൂണിറ്റ് വാട്ട് പെർ സെക്കൻഡ്, ജൂള്, കിലോ ജൂള്, ജൂൾ പെർ സെക്കൻഡ്. 22nd question ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജൂൾ പെർ സെക്കൻഡ് ആണ് പവറിൻ്റെ യൂണിറ്റ്. വാട്ട് ഈസ് ബ്രേസിംഗ് ഫില്ലർ റോഡ് മെയ്ഡ് അപ്പ് ഓഫ്? ബ്രേസിംഗ് ഫില്ലർ റോഡ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ബ്രാസ്, ലെഡ്, ടിന്ന്, അയൺ. 23ാമത്തതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ബ്രാസ് വെച്ചിട്ടാണ് ബ്രേസിംഗ് ഫില്ലർ റോഡ് ഉണ്ടാക്കുന്നത്. 24th question, if the shaft dia is 60 mm, how many bolts are recommended for rigid flange coupling? ഷാഫ്റ്റ് ഡയ 60 mm ആണെങ്കിൽ റിജിഡ് ഫ്ലാഞ്ച് കപ്ലിങ്ങിന് എത്ര ബോൾട്ടാണ് റെക്കമെൻഡ് ചെയ്യുന്നത്? ഓപ്ഷൻ എ 2, ബി 5, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. 24ാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 4 എണ്ണമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. 25 എ ഡബിൾ കട്ട് ഫയൽ ഈസ് യൂസ്ഡ് ഫോർ ഫയലിംഗ് ഓൺ. ഡബിൾ കട്ട് ഫയൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹാർഡ് ബോർഡ് ഫയൽ ചെയ്യാൻ, അല്ലെങ്കിൽ സ്റ്റീൽ ഫയൽ ചെയ്യാൻ, വുഡ് ഫയൽ ചെയ്യാൻ, ഓർ ലെതർ ഫയൽ ചെയ്യാൻ. 25ാമത്തതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡബിൾ കട്ട് ഫയൽ ഈസ് യൂസ്ഡ് ഫോർ ഫയലിംഗ് ഓൺ സ്റ്റീൽ. സ്റ്റീൽ ഫയൽ ചെയ്യാനാണ് ഡബിൾ കട്ട് ഫയൽ യൂസ് ചെയ്യുന്നത്. 26th question, വൈൽ ഗ്രൈൻഡിങ് വൺ മസ്റ്റ് യൂസ്. ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്നത് ഡാർക്ക് ഗ്ലാസ് സ്ക്രീൻ, മാസ്ക്, സേഫ്റ്റി ഗൂഗിൾസ്, സൺ ഗൂഗിൾസ്. 26th ആൻസർ സേഫ്റ്റി ഗൂഗിൾസ് ആണ്. വൈൽ ഗ്രൈൻഡിങ് വൺ മസ്റ്റ് യൂസ് സേഫ്റ്റി ഗൂഗിൾസ്. 27 ദ പോയിന്റ് ആംഗിൾ ഓഫ് സെൻറ്റർ പിച്ച്. സെൻറ്റർ പിച്ചിൻ്റെ പോയിന്റ് ആംഗിൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, 120 ഡിഗ്രി. 27ാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്, 90 ഡിഗ്രി ആണ് അതിൻ്റെ ആൻസർ. 28 ദ ബോക്സ് നട്ട് ഓഫ് എ ബെഞ്ച് വൈസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. ബെഞ്ച് വൈസിൻ്റെ ബോക്സ് നട്ട് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയാണ്? അലോയ് സ്റ്റീൽ, മൈൽഡ് സ്റ്റീൽ, വൈറ്റ് മെറ്റൽ, ഫോസ്ഫറസ് ബ്രോൺസ്. 28ന്റെ ആൻസർ ഡി ആണ്, ഫോസ്ഫറസ് ബ്രോൺസ് വെച്ചിട്ടാണ് ബോക്സ് നട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. 29 ദ ഹാൻഡ് വൈസ് ഈസ് യൂസ്ഡ് ഫോർ. ഹാൻഡ് വൈസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടൈറ്റനിങ് നട്ട്സ് ആൻഡ് ബോൾസ്, ഫിക്സിങ് ഹെവി ജോബ്സ്, ഡൂയിങ് മൈന്യൂട്ട് വർക്ക്, ഹോൾഡിംഗ് റൗണ്ട് ജോബ്സ്. 29 ഓപ്ഷൻ ചെയ്യാൻ ഡൂയിങ് മൈന്യൂട്ട് വർക്ക് ചെയ്യാനാണ് ഹാൻഡ് വൈസ് യൂസ് ചെയ്യുന്നത്. 30ാമത്തെ ക്വസ്റ്റ്യൻ, ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ വെർണിയർ കാലിപ്പർ. വെർണിയർ കാലിപ്പറിൻ്റെ ലീസ്റ്റ് കൗണ്ട് 0.02 mm, 0.01 mm, 0.1 mm, 0.05 mm. ഓപ്ഷൻ എ ആണ് ആൻസർ, 0.02 mm ആണ് ലീസ്റ്റ് കൗണ്ട് ഓഫ് ദി വെർണിയർ കാലിപ്പർ എന്ന് പറയുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡയറക്റ്റ് മെഷറിംഗ് ടൂൾ. ഡയറക്റ്റ് മെഷറിംഗ് ടൂൾ ഏതാണ്? 31 റിംഗ് ഗേജ്, സ്ട്രെയിറ്റ് എഡ്ജ്, സ്റ്റീൽ റൂള്, ട്രൈ സ്ക്വയർ. 31ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, സ്റ്റീൽ റൂളാണ് ഡയറക്റ്റ് മെഷറിംഗ് ടൂള്. റാച്ചറ്റ് സ്റ്റോപ്പ് ഇൻ ദ മൈക്രോമീറ്റർ ഹെൽപ്സ് ടു. മൈക്രോമീറ്ററിലെ റാച്ചറ്റ് സ്റ്റോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ലോക്ക് ദി സ്പിൻഡിൽ, കൺട്രോൾ ദ പ്രഷർ, അഡ്ജസ്റ്റ് സീറോ എറർ, ഹോൾഡ് ദി വർക്ക് പീസ്. 32ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, കൺട്രോൾ ദി പ്രഷർ. പ്രഷർ കൺട്രോൾ ചെയ്യാണ് റാച്ചറ്റ് സ്റ്റോപ്പ് ഇൻ ദി മൈക്രോമീറ്റർ യൂസ് ചെയ്യുന്നത്.
33 എ കട്ടിംഗ് ടൂൾസ് യൂസ്ഡ് ടു ഫിനിഷ് ആൻഡ് എൻലാർജ് എ ഹോൾ ഈസ് നോൺ എസ് ഒരു ഹോള് ഫിനിഷ് ചെയ്യാൻ എൻലാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കട്ടിംഗ് ടൂൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ടാപ്പ്, ഡ്രില്ല്, ഡൈ, റീമർ. 33യുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, റീമർ ആണ് അതിൻ്റെ ആൻസർ. 34 ദ ബോഡി ഓഫ് എ ഫ്ലാറ്റ് ചിസൽ ഈസ് യൂഷ്വലി മെയ്ഡ് ഇൻ ദ ഷേപ്പ് ഓഫ്. ഒരു ഫ്ലാറ്റ് ചിസലിൻ്റെ ബോഡി ഏത് ഷേപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? റെക്റ്റാങ്കുലർ, ഒക്ടഗണൽ, സ്ക്വയർ, ഹെക്സഗണൽ. 34ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഒക്ടഗണൽ ഷേപ്പിലാണ് ബോഡി ഓഫ് ദി ചിസൽ, ഫ്ലാറ്റ് ചിസൽ ഉണ്ടാക്കിയിരിക്കുന്നത്. 35 ഹോൾ വിച്ച് ഈസ് നോട്ട് മെയ്ഡ് ത്രൂ ഫുൾ ഡെപ്ത് ഓഫ് ദ കമ്പോണൻറ്റ് ഈസ് നോൺ എസ്. ബ്ലൈൻഡ് ഹോൾ, കോർ ഹോൾ, പിൻ ഹോൾ, ബോർ ഹോൾ. 35ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ബ്ലൈൻഡ് ഹോൾ ആണ് ത്രൂ ഔട്ട് ദ ഡെപ്ത് ഓഫ് ദി കമ്പോണൻറ്റ് മെയ്ഡ് ചെയ്യാത്തത് ബ്ലൈൻഡ് ഹോൾ ആണ്. 36 ദ പൈൽസ് വിച്ച് ആർ യൂസ്ഡ് ടു ട്രാൻസ്ഫർ ലോഡ് ത്രൂ വാട്ടർ ഓർ സോഫ്റ്റ് സോയിൽ ടു എ സ്യൂട്ടബിൾ ബെയറിംഗ് സ്ട്രാറ്റം. ഓപ്ഷൻ എ കോമ്പാക്ഷൻ പയൽ, എൻഡ് ബെയറിംഗ് പയൽ, ഫ്രിക്ഷൻ പയൽ, ഫ്രാങ്കി പയൽ. 36ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, എൻഡ് ബെയറിംഗ് പയലാണ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് വാട്ടറിൽ കൂടെ അല്ലെങ്കിൽ സോഫ്റ്റ് സോയിലിൽ കൂടെ ലോഡ് ട്രാൻസ്ഫർ യൂസ് ചെയ്യുന്ന പയൽ എന്ന് പറയുന്നത് എൻഡ് ബെയറിംഗ് പയലാണ്. 37 വിച്ച് ഫൗണ്ടേഷൻ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ജനറലി പ്രൊവൈഡഡ് ഫോർ ഹെവിലി ലോഡഡ് stanchion, സ്പെഷ്യലി ഇൻ ദോസ് ലൊക്കേഷൻസ് വെയർ ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ ഈസ് പുവർ. ഗ്രില്ലേജ് ഫൗണ്ടേഷൻ, റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ. ഓപ്ഷൻ സി കാന്റിലിവർ ഫൂട്ടിംഗ്. ഓപ്ഷൻ ഡി ഇൻവേർട്ടഡ് ആർച്ച് ഫൂട്ടിംഗ്. 37ൻ്റെ ആൻസർ ഓപ്ഷൻ എ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ ആണ് അതിൻ്റെ ആൻസർ. ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആണ്. അത് യൂസ് ചെയ്യുന്നത് ബെയറിംഗ് കപ്പാസിറ്റി കുറവുള്ള സോയിൽസിലാണ്. സ്റ്റീൽ സ്റ്റാങ്കിൻസ് ആണ് അതിൽ യൂസ് ചെയ്യുന്നത്. 38 ദ ടെർമിനേഷൻ ഓഫ് ദ വാൾ ഇൻ എ സ്റ്റെപ്ഡ് ഫാക്ഷൻ ഈസ് ടേംഡ് ആസ് ടൂത്തിങ്, ഹൗസിങ്, മൈറ്ററിങ്, റാക്കിംഗ് ബാക്ക്. 38ൻ്റെ ആൻസർ ഡി ആണ്, റേക്കിംഗ് ബാക്ക് എന്നാണ് പറയുന്നത്. ടെർമിനേഷൻ ഓഫ് വാൾ ഇൻ സ്റ്റെപ്ഡ് ഫാഷൻ ഈസ് നോൺ ആസ് റേക്കിംഗ് ബാക്ക്. 39 ഇൻ വിച്ച് ബോണ്ട് ദ ഹെഡർ കോഴ്സ് ഇസ് പ്രൊവൈഡഡ് ഓൺലി ആഫ്റ്റർ 3 to 5 സ്ട്രക്ചർ കോഴ്സ്. ആഫ്റ്റർ 3 to 5 സ്ട്രക്ചർ കോഴ്സ് ഒരു ഹെഡർ കോഴ്സ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിന് പറയുന്നത് ആ ബോണ്ടിൻ്റെ പേരെന്താണ്? ഡച്ച് ബോണ്ട്, ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട്, ഗാർഡൻ വാൾ ഇംഗ്ലീഷ് ബോണ്ട്, ഗാർഡൻ വാൾ ഫ്ലെമിഷ് ബോണ്ട്. 39ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 39ൻ്റെ ആൻസർ ഗാർഡൻ വാൾ ഇംഗ്ലീഷ് ബോണ്ട് എന്നാണ് അതിനെ പറയുന്നത്. 40 വിച്ച് റൂഫ് ഈസ് എക്കണോമിക്കലി സ്യൂട്ടബിൾ ഫോർ സ്പാൻ അപ് ടു 4.2 മീറ്റർ. 4.2 മീറ്റർ സ്പാൻ വരെയുള്ള സ്പാനിനുള്ള റൂഫ്, എക്കണോമിക്കൽ റൂഫ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ലീൻഡ് റൂഫ്, കപ്പിൾ ക്ലോസ് റൂഫ്, കോളർ ബീം റൂഫ്. 40ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, കപ്പിൾ ക്ലോസ് റൂഫ് ആണ് അപ് ടു സ്പാൻ ഓഫ് 4.2 മീറ്റർ എക്കണോമിക്കലി യൂസ് ചെയ്യുന്നത്, കപ്പിൾ ക്ലോസ് റൂഫ്. 41 വിച്ച് പ്ലാസ്റ്ററി പ്രൊവൈഡഡ് ഇൻ എക്സ്റേ റൂംസ്. എക്സ് റൂംസിൽ ഏത് പ്ലാസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്? എക്കോസ്റ്റിക് പ്ലാസ്റ്റർ, ബേരിയം പ്ലാസ്റ്റർ, ജിപ്സം പ്ലാസ്റ്റർ, ഗ്രാനൈറ്റ്, സിലിക്കോൺ പ്ലാസ്റ്റർ. 41ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ബേരിയം പ്ലാസ്റ്ററാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. 42 ദ ഫോർമേഷൻ ഓഫ് വെരി ലൂസ് മാസ് ഓഫ് പ്ലാസ്റ്റേർഡ് സർഫസ് ഡ്യൂ ടു പുവർ ബോണ്ട് ബിറ്റ്വീൻ സക്സസീവ് കോട്ട് ഇറ്റ് ഇസ് ടേംഡ് ആസ് ക്രാക്കിംഗ്, ക്രേസിംഗ്, പീലിംഗ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. 42ൻ്റെ ആൻസർ നൺ ഓഫ് ദീസ് ആണ്. 43 ദ പൈപ്പ് പ്രൊവൈഡഡ് ടു പ്രിസർവ് ദ വാട്ടർ സീൽ ഓഫ് ട്രാപ്പ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ ആൻറ്റി സൈഫോണേജ് പൈപ്പ്, ഓപ്ഷൻ ബി സോയിൽ പൈപ്പ്, ഓപ്ഷൻ സി വെൻറ്റ് പൈപ്പ് ആൻഡ് ഓപ്ഷൻ ഡി വേസ്റ്റ് പൈപ്പ്. 43ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ആൻറ്റി സൈഫോണേജ് പൈപ്പാണ് വാട്ടർ സീൽ ഓഫ് ട്രാപ്പ് പ്രിസർവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. 44 എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാനൽ ക്യാരിങ് എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് W പെർ യൂണിറ്റ് ലെങ്ത് ദ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, ലോഡാണ് അതിൽ ആക്ട് ചെയ്യണത്. അതുകൊണ്ട് വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. WL²/4, WL/4, WL²/8, WL/8. 44ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, WL²/8 ആണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് WL²/8 ആണ്. 45 ദ സ്മോളസ്റ്റ് ഡിവിഷൻ ഓൺ ദ ഗ്രാജുവേറ്റഡ് ജാർ ഓഫ് ദ സൈമൺസ് റെയിൻ ഗേജ്. സൈമൺസ് റെയിൻ ഗേജിൻ്റെ സ്മോളസ്റ്റ് ഡിവിഷൻ്റെ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. 0.1 mm, 0.2 mm, 0.8 mm, 0.5 mm. 45ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 0.2 mm ആണ് സ്മോളസ്റ്റ് ഡിവിഷൻ ഓഫ് ദി ഗ്രാജുവേറ്റഡ് ജാർ ഓഫ് ദി സൈമൺസ് റെയിൻ ഗേജ് എന്ന് പറയുന്നത് 0.2 mm ആണ്. 46 ദ ഡിഫറൻസ് ലെവൽ ബിറ്റ്വീൻ ദ ടോപ്പ് ഓഫ് ദി ഡാം ആൻഡ് ദ മാക്സിമം വാട്ടർ ലെവൽ ഈസ് ടേംഡ് ആസ് ഡെഡ് സ്റ്റോറേജ്, ലൈവ് സ്റ്റോറേജ്, ഗ്രോസ് ഫ്രീ ബോർഡ്, നെറ്റ് ഫ്രീ ബോർഡ്. 46ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, നെറ്റ് ഫ്രീ ബോർഡാണ്. ഡിഫറൻസ് ഓഫ് ദി ലെവൽ ബിറ്റ്വീൻ ടോപ്പ് ഓഫ് ദ ഡാമും മാക്സിമം വാട്ടർ ലെവലും തമ്മിലുള്ള ഡിഫറൻസിന് പറയുന്ന പേര് നെറ്റ് ഫ്രീ ബോർഡ് എന്നാണ്.
47 ദ ഫ്രീ ബോർഡ് ഓഫ് എർത്ത് ഡാം റേഞ്ചസ് ഫ്രം എർത്ത് ഡാമിൻ്റെ ഫ്രീ ബോർഡ് റേഞ്ച് ചെയ്യുന്നത് 0.3 to 0.75 മീറ്റർ, 1.25 to 3.5 മീറ്റർ, 3.5 to 5 മീറ്റർ, നൺ ഓഫ് ദിസ്. 47 ആൻസർ ഓപ്ഷൻ ബി ആണ്. 1.25 to 3.5 മീറ്റർ ആണ് ഫ്രീ ബോർഡ് ഓഫ് ദി എർത്ത് ഡാം എന്ന് പറയുന്നത്. 48 ദ ലൈനിങ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ഫോഴ്സിങ് എ സ്ലറി ഓഫ് സിമെൻറ്റ് മോട്ടർ അണ്ടർ പ്രഷർ ത്രൂ എ നോസിൽ ഓൺ ദ കനാൽ സർഫസ് ഈസ് ടേംഡ് ആസ് ഷോർട്ട്ക്രീറ്റ് ലൈനിങ്, സിമെൻറ്റ് മോട്ടർ ലൈനിങ്, സിമെൻറ്റ് കോൺക്രീറ്റ് ലൈനിങ്, നൺ ഓഫ് ദിസ്. 48 ആൻസർ ഓപ്ഷൻ എ ആണ്. ഷോർട്ട്ക്രീറ്റ് ലൈനിങ് എന്നാണ് പറയുന്നത്. സ്ലറി ഒരു നോസിലേക്കൂടെ അണ്ടർ പ്രഷർ നമ്മൾ പമ്പ് ചെയ്യുന്നതിന് പറയുന്നത് ഷോർട്ട്ക്രീറ്റ് ലൈനിങ് എന്നാണ് പറയുന്നത്. 49 വാട്ട് ഈസ് ദ മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജ് ബൈ റൈവ്സ് ഫോർമുല. റൈവ്സ് ഫോർമുല പ്രകാരം ഫ്ലഡ് ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ. Q is equal to C m raised to 2/3. ഓപ്ഷൻ സി Q is equal to C m raised to 2/3 എന്നതാണ് റൈവ്സ് ഫോർമുല എന്ന് പറയുന്നത്. 50ാമത്തെ ക്വസ്റ്റ്യൻ. The minimum concentration of dissolved oxygen is required in water for subsistence of fish life is range from ഫിഷ് അക്വാട്ടിക് ലൈഫിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഓക്സിജൻ്റെ എമൗണ്ട് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. 0.5 to 2.5 mg per liter, 2.5 to 3.75 mg per liter, 4 to 5 mg per liter, 7 to 8 mg per liter. 50യുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. 4 to 5 milligram per liter ആണ് അക്വാട്ടിക് ലൈഫിന് വേണ്ടിയിട്ട് വരുന്ന ഓക്സിജൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. 4 to 5 milligram per liter ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ സോയിൽ സർവേ എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.